കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറെ ഒരു കഥ കേൾപ്പിക്കാം. ഇന്നത്തെ കഥയാണ് കഴുത പാട്ടുപാടി. ഒരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരൻ വസിച്ചിരുന്നു. അയാൾക്ക് കാലു എന്നൊരു കഴുതയുണ്ടായിരുന്നു. കാലു ദിവസം മുഴുവൻ വളരെ അധ്വാനിക്കുമായിരുന്നു. എന്നാൽ ഈ അധ്വാനത്തിന് പകരമായി അവന് വയറു നിറയെ ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. അത് അലക്കുകാരൻ മനഃപൂർവ്വം കാലുവിന് കുറവ് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടായിരുന്നില്ല. അലക്കുകാരൻ തീരെ ദരിദ്രനായിരുന്നു. വേണമെന്ന് വിചാരിച്ചാൽ കാലുവിന് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭക്ഷണക്കുറവ് കാരണം കാലു ദിനം പ്രതി മെലിഞ്ഞ് ക്ഷീണിച്ചു വന്നു. കാലുവിന് വയറു നിറയെ ആഹാരം കൊടുക്കാനുള്ള ഉപായം ഒരു ദിവസം അലക്കുകാരൻ ആലോചിച്ചു. അയാൾ കരുതി, രാത്രിയിൽ കാലുവിനെ അഴിച്ചുവിട്ടാൽ അവൻ നാട്ടുകാരുടെ വയലുകളിൽ കടന്ന് സുഖമായി തീറ്റ കണ്ടെത്തി വയറു നിറയെ കഴിച്ചുകൊള്ളുമെന്ന്. ഒരു രാത്രി കാലു വയലിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പപ്പു എന്നു പേരായ ഒരു കുറുനരിയെ കണ്ടെത്തി. ആ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ദിവസവും നാട്ടുകാരുടെ വയലുകളിൽ കടക്കുകയും മത്തങ്ങയും പച്ചക്കറികളും പച്ചപ്പുല്ലും ഒക്കെ തിന്നുമായിരുന്നു. രണ്ട് സുഹൃത്തുക്കളും ഒത്തുചേർന്ന് നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് നാട്ടുകാരുടെ വയലുകളിൽ കറങ്ങി നടന്നു. ഇന്നത്തെ നിലാവുള്ള രാത്രി എത്ര മനോഹരമാ! എനിക്ക് ഈ നിലാവുള്ള രാത്രിയില് പാട്ട് പാടാൻ വലിയ ആഗ്രഹം തോന്നുന്നു. കാലു പറഞ്ഞത് കേട്ട് പപ്പു ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്താ വട്ട് പിടിച്ചോ? പാതിരാത്രിയില് വയലിൽ കിടന്ന് നീ ഇങ്ങനെ ഒച്ച വെച്ചാൽ വയലിന്റെ ഉടമ ഇങ്ങോട്ട് വരും. ഇത് പാട്ട് പാടാൻ പറ്റിയ സമയമല്ല. എന്താ പറ്റിയ സമയമല്ലാത്തത്? എടാ, നിന്റെ അവസരത്തിലുള്ള പാട്ട് കേട്ട് വയലിന്റെ മുതലാളി കയ്യിൽ വലിയ പത്തലുമായി ഇവിടേക്ക് ഓടിയെത്തും. എന്നിട്ട് നമ്മളെ രണ്ടുപേരും പൊതിന് തല്ലും. ഒന്നും ഉണ്ടാവില്ലടാ എന്റെ ചങ്ങാതി, വെറുതെ പേടിക്കുകയാ. നിനക്കറിയാമോ എന്റെ ശബ്ദത്തിന് എത്രയോ ആരാധകരുണ്ടെന്നോ? കുട്ടിക്കാലത്ത് എന്റെ പാട്ടിനെ എല്ലാവരും ഒരുപാട് അഭിനന്ദിക്കുമായിരുന്നു. ആർക്കറിയാം ഏതവനാ ഇവന്റെ പാട്ടിനെ അഭിനന്ദിച്ചിരുന്നെന്ന്. എന്നിട്ടും അവൻ കാലുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാലു, നിന്റെ സ്വരം അത്ര നല്ലതൊന്നുമല്ല. ഞാൻ പറയണത് കേൾക്ക്. പാട്ട് പാടാനുള്ള മോഹം വിട്ടുകള, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അപകടത്തിലാകും. പാട്ട് പാടുന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാവടാ? ഞാൻ വളരെ നല്ല ഗായകനാണ്. എന്തു വന്നാലും ഇന്ന് ഞാൻ പാടുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ പാടുന്നതിൽ നിന്ന് ആർക്കും എന്നെ തടയാനാവില്ല. ശരി, നിനക്ക് പാട്ട് പാടാൻ ഇത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ പാടിക്കോ. പക്ഷെ ആദ്യം ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ. പപ്പു പറഞ്ഞത് കേട്ട് കാലു ചിരിക്കുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു, ശരി, നീ പൊയ്ക്കോടാ പേടിത്തൊണ്ട. എന്റെ സുഹൃത്താകാൻ നീ ഒട്ടും യോഗ്യനല്ല. പപ്പു പോയ ഉടനെ കാലു ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ കഴുതയുടെ അവസരം കേട്ടിട്ട് വയലിന്റെ ഉടമ വലിയ പത്തലുമായി ഓടി വരുന്നു. എന്നിട്ട് കാലുവിനെ പൊതിരെ തല്ലുന്നു. കാലു ഉറക്കലറുന്നു. എന്നാൽ അവനെ രക്ഷിക്കാനായി ആരും വരുന്നില്ല. ഒരു വിധത്തിൽ വീണും വേച്ചും അർത്ഥപ്രാണനായി അവൻ ജീവനും കൊണ്ട് ഓടുന്നു. വയലിന് വെളിയിലായി അവൻ പപ്പുവിനെ കാണുന്നു. പപ്പു അവന്റെ അവസ്ഥ കണ്ടിട്ട് പറയുന്നു, കാലു, നിന്നോട് ഞാൻ പാട്ട് പാടരുന്ന എത്രയോ വട്ടം പറഞ്ഞതാ. പക്ഷെ നിനക്കതൊന്നും നിന്റെ ചെവിയിൽ കയറിയതേയില്ല. നീ കണ്ടില്ലേ എന്നെ അനുസരിക്കാത്തതിന്റെ ഫലം? ഞാൻ പറഞ്ഞത് ആദ്യമേ നീ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കാലു വളരെ ചമ്മലോടെ ഇങ്ങനെ പറയുന്നു, നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്റെ നല്ല ഉപദേശം ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടായി എനിക്ക് ഗതി വന്നത് ചങ്ങാതി.
കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നല്ല ഉപദേശങ്ങൾ എപ്പോഴും ഗൗനിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.